أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد നമ്മുടെ 52ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. അള്ളാഹു ഖൈർ ചെയ്യട്ടെ, ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ഹുജ്ജത്തിനെ കുറിച്ചല്ലേ. ഹുജ്ജത്ത്, മുസ്തനദ്, ഇങ്ങനെയുള്ള ഇജ്മാ പോലത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച. അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ഓരോ ഹദീസുകളും പറഞ്ഞുകൊണ്ടായിരുന്നു. ഓരോരുത്തരും ഇജ്മാ പറ്റുമെന്ന ഖീല പറഞ്ഞപ്പോ അതിനുള്ളതായ തെളിവുകൾ നിർത്തിക്കൊണ്ട് നമ്മൾ സംസാരിച്ചിരുന്നത്. ഇനി ഉലിമ, അറിയപ്പെട്ടുപോയി എന്ത്? അന്നഹു, നിശ്ചയമായിട്ടും ഇജ്മാ ലാ യുശ്തറതു ഫിൽ മുജ്മിഈന, ഇജ്മാ ആക്കുന്നവരിൽ ഷർത്തില്ല. അത് തവാത്തുരി, തവാത്തുറിന്റെ എണ്ണം ഉണ്ടാവൽ ഷർത്തില്ല. എന്താ അങ്ങനെ പറയാൻ? ലിസിദ്ഖി മുജ്തഹിദിൽ ഉമ്മത്തി, ഒരു സമുദായത്തിലെ, അഥവാ ഈ സമുദായമാണ് നബിന്റെ സമുദായം, ഈ സമുദായത്തിലെ മുജ്തഹിദി എന്നുള്ളത് സാദിഖാണല്ലോ. ബിമ ദൂനദാലിക, തവാത്തുറിന്റെ എണ്ണത്തിൽ താഴുള്ളത് കൊണ്ടും. അപ്പൊ ഈ തവാത്തുറിന്റെ എണ്ണം വേണമെന്നില്ല, അതിന്റെ താഴുള്ളത് കൊണ്ടും ഈ സമുദായത്തിലെ മുജ്തഹിദി എന്ന് സാദിഖാവാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തവാത്തുറിന്റെ എണ്ണൊന്നും വേണ്ട മുജ്മിയുടെ കാര്യത്തിൽ എന്നുള്ളതാണ്. ഈ വിഷയത്തിലാണ് ഖാലഫ ഇമാമുൽ ഹറമൈനി, ഇമാം ഹറമൈനി തങ്ങൾ എതിരാണ്. മഹാനവറുകൾ പറയുന്നത് ഷറത്തദാലിക, ഷർത്തുണ്ട് എന്നാണ്. തവാത്തുറിന്റെ എണ്ണം ഷർത്താവണം എന്നുള്ളത് തന്നെയാണ്. അതിന് ഇല്ലത്ത് എന്താന്ന് ചോദിച്ചാൽ അത് നെഹറിൽ ആദത്തി, പതിവ് അങ്ങനെയല്ലേ, പതിവാണ്. ആദത്തിലേക്ക് നോക്കാലോ, ആദത്തൊക്കെ ഒരു കാരണമായി വരാലോ. അപ്പൊ ആദത്തിലേക്ക് നോക്കുമ്പോൾ തവാത്തുറിന്റെ എണ്ണം വരണം. അപ്പൊ നിലക്ക് നോക്കുമ്പോ തവാത്തുർ ഷർത്താണ്. മുജ്മിയുടെ കൂട്ടത്തിൽ തവാത്തുറില്ലേ, ആ എണ്ണ അല്ലെങ്കിൽ ശരിയാകൂല എന്നുള്ളതാണ് ഇമാമുൽ ഹറമൈനി തങ്ങളുടെ അഭിപ്രായം. അതവിടെ കഴിഞ്ഞു. ഇനി ഉലിമ, ആ താരിഫ് കൊണ്ട് അറിയപ്പെട്ടു പോയി എന്ത്? അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലൗ ലം യകുൻ ഫിൽ അശ്രി, ഒരു കാലഘട്ടത്തിൽ, ഇല്ലാ മുജ്തഹിദും വാഹിദുൻ, ഒരൊറ്റ മുജ്തഹിദ് മാത്രമേ ഉള്ളൂ എങ്കിൽ, ലം യുഹ്തജ്ജ ബിഹി, അയാളെ കൊണ്ട് തെളിവിടിക്കപ്പെടൂല. കാരണം ഇത് അഖല്ലുമാ യസ്ദുഖു ബിഹി ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മത്തി. നമ്മുടെ താരീഫിൽ അങ്ങനെയുള്ള ഉള്ളത്, ഒരു ഉമ്മത്തിലെ മുജ്തഹിദ് യോജിക്കുക, ഇത്തിഫാഖാകുക എന്നത് സാദിഖാകുന്നതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഇസ്നാനി, രണ്ടാള് വേണം. അപ്പൊ ഒരാളാവുമ്പോ ഇത്തിഫാഖ് എന്ന് പറയാൻ വയ്യല്ലോ. ഓഹുവ, അത് ഏത്? ഐ അദ്മുൽ ഇഹ്തിജാജി ബിഹി, ഒരു മുജ്തഹിദിനെ കൊണ്ട് ഹുജ്ജത്തിന് പറ്റില്ല എന്ന് പറഞ്ഞതാണ് ഹുവയുടെ ദമീർ മർജിലൈ. ആ ഹുവ അൽ മുഖ്താറു, അതാണ് മുഖ്താറു. ഏത്? ഹുജ്ജത്തിന് പറ്റൂല എന്ന് പറഞ്ഞ ഹന്നിയ. എന്താ അങ്ങനെ മുഖ്താറായി വന്നത്? ലിന്ദിവായിൽ ഇജ്മായിൽ വാഹിദി, ഒരാളെ തൊട്ട് ഇജ്മാ ഉണ്ടോ? ഇല്ലല്ലോ, അതില്ലാത്തത് കൊണ്ട്. അപ്പൊ മുഖ്താർ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അഭിപ്രായം എതിരുണ്ടാവുമല്ലോ. ഇപ്പൊ കീല, അവിടെ കീലയുണ്ട്, പറയപ്പെടുന്നു യുഹ്തജ്ജു ബിഹി, ഒരാളായാലും ഹുജ്ജത്തിന് പറ്റും എന്നതാണ്. വഇല്ലം യകുൻ ഇജ്മാ, ഇജ്മാ ഉണ്ടായിട്ടില്ല എങ്കിലും ഒരു മുജ്തഹിദുള്ളൂ എങ്കിലും ഹുജ്ജത്തിന് പറ്റും. എന്താ കീലക്കാർക്കുള്ള ലക്ഷ്യപതിന്? ഓൽക്കുള്ള ഇല്ലത്ത് ലിൻഹിസാറിൽ ഇജ്തിഹാദി ഫീഹി, അയാള് ഇജ്തിഹാദ് മുന്നസിറല്ലേ, അതുകൊണ്ട് ഇജ്തിഹാദ് ഉണ്ടല്ലോ അയാള്.
അപ്പൊ അയാളിൽ മാത്രമായി ഇജ്തിഹാദ് വേറെ ആർപ്പാടില്ല. അത് മുൻഹസ്റായി വന്നപ്പോൾ അയാളെ കൊണ്ട് ഉജ്ജത്തിന് പറ്റും. ഇവിടെ ഇജ്മാ നോക്കേണ്ടതില്ലല്ലോ എന്നുള്ളതാണ് മുഖ്താറിന് എതിരായിട്ട് പറയുന്നത്. അതും അവിടെ കഴിഞ്ഞു. ഇനി ആ തഅരീഫിൽ നിന്ന് അറിയപ്പെട്ടു, ഉലമ അറിയപ്പെട്ടു, ഒരുപാട് അറിയപ്പെട്ടു പറഞ്ഞു. ഇനി എന്താ അറിയപ്പെടുന്നത്? അൻഇൻഖിറാദുൽ അസർ, ഒരു കാലഘട്ടം കഴിയുക എന്നുള്ളത്. കാലഘട്ടം കഴിയാന്ന് പറഞ്ഞാൽ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് ഖിയാമത്ത് നാൾ വരെ കാലം ഉണ്ടാവില്ലേ? അത് പറഞ്ഞതിന്റെ അർത്ഥം ബി മൗത്തി അഹിലിഹി എന്നതാണ്. ഇവിടെ കാലഘട്ടം കഴിയുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മജാജ് മുർസലുണ്ട്, നമുക്ക് മനസ്സിലാക്കാം അല്ലെ? മഹല്ല് പറഞ്ഞ് അതിലുള്ള അഖിലുകാരാണ് ഹാല് കൊണ്ട് ഉദ്ദേശിക്കാതെ. അപ്പോ തഫ്സീർ ബി മൗത്തി അഹിലിഹി, ആ കാലഘട്ടത്തിലുള്ള മുജ്തഹിദുകൾ മരിക്കുക, ഇങ്ങനെയാണ് കാലഘട്ടം കഴിയുക എന്ന് പറഞ്ഞത്. ഈ കാലം കഴിഞ്ഞു പോവല്, മുറിഞ്ഞു പോവല് ലാ യുസ്തറത്തു, അത് ഷർത്തില്ല. ഫി ഇൻഇഖാദിൽ ഇജ്മാഇ, ഇജ്മാഇ മുൻഅഖിദാവണമെങ്കിൽ, ഇജ്മാ ഉണ്ടാവുക, പിന്നെ കെട്ടുപെടുക, വകവെക്കുക എന്നൊക്കെ പറയാലോ, അതിൽ എന്ത് ഷർത്തില്ല? ഇജ്തിഹാദുള്ള കാലഘട്ടത്തിലുള്ള മുജ്തഹിദുകളൊക്കെ മരിച്ചു പോകണം എന്നൊന്നുമില്ല, അത് ഷർത്തില്ല. എന്തുകൊണ്ട്? ലിസിദ്ഖി തഅരീബിഹി മഅ ബഖായിൽ മുജ്മിഈന, അവിടെ ഇജ്മാ ഉള്ള ആളുകൾ അവശേഷിക്കലോട് കൂടെ ആ തഅരീബ് പറയാൻ പറ്റുമല്ലോ. ഉമ്മത്തിലെ മുജ്തഹിദല്ലേ പറഞ്ഞത്, മരിക്കണം അവിടെ പറഞ്ഞിട്ടില്ലല്ലോ, അതാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഷർത്തില്ല എന്ന് പറയുന്നത്. വമുആസിരിഹിം, അവരുടെ കാലക്കാരെ കൊണ്ടും, അവർ കാലക്കാരുള്ളതോടൊപ്പം ഈ മുജ്മിലൊക്കെ ഉള്ളതോടൊപ്പം ആ തഅരീബ് സാധിക്കാണല്ലോ. അതുകൊണ്ട് എങ്കിൽ ഇവിടെ ഒന്ന് പറയട്ടെ, ഇവിടെ അഭിപ്രായമുണ്ട്. അഭിപ്രായം എല്ലാം അറിയാൻ പറ്റൂല. ഖാലഫ അഹ്മദു, അഹ്മദ് എന്താ വരും? ഇബ്നു ഫൂറഖ് വ സലീമുർ റാസി, സലീമുർ റാസിയും ഇബ്നു ഫൂറഖും അഹ്മദ് എന്താ വരും? ഈ മൂന്ന് ഇമാമികൾ ആ പറഞ്ഞ മസ്അലയോട് എതിരാ. എന്താ ഓല് പറയുന്നത്? ഫശറതു, ഓല് ഷർത്താക്കി ഇൻഖിറാല കുല്ലിഹിം, അവരെല്ലാവരുടെയും കാലം കഴിയണം. ഐ കുല്ലി അഹ്ലിൽ അസ്ർ, ആ കാലഘട്ടത്തിലുള്ള എല്ലാവരുടെ കാലം കഴിഞ്ഞു പോകണം, അത് ഷർത്താണ്. അല്ലെങ്കിൽ ഒരഭിപ്രായം ഔ ഗാലിബിഹിം, എല്ലാവരും വേണ്ട, അവൽ അധികവും കഴിയണം. അല്ലെങ്കിൽ ഔ ഉലമാഇഹിം, ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരും, അത് കുല്ലു കഴിയാം, അല്ലെങ്കിൽ ആ പണ്ഡിതന്മാരിൽ വാലിബ് പോകുക. ഇങ്ങനെയൊക്കെ ആണ് ഇൻഖിറാദ്, ആ കാലം മുറിഞ്ഞു പോവുക, കഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞത്. ഇതിനെ ഇവർ ഷർത്താക്കിയിരിക്കുന്നു. ഈ പറഞ്ഞത് അഖ്വാലു ഇഅ്തിബാറിൽ ആമിയി വന്നാദിരി, ആമിയ് നാദിർ, ഇത് രണ്ടിനെയും പരിഗണിക്കുന്നതിലുള്ള വാക്കുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ അങ്ങനെയാണ്. ഹൽ യുഅ്തബറാനി, എന്താണ് ഇഅ്തിബാർ? അൽ ആമിയു വന്നാദിർ, ഇവ രണ്ടുപേരെയും പരിഗണിക്കപ്പെടുമോ? ഔലാ യുഅ്തബറാനി, പരിഗണിക്കപ്പെടുകയില്ലേ, പരിഗണിക്കപ്പെടാതിരിക്കുമോ? ഇങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ. ഈ അഭിപ്രായം പരിഗണിക്കുന്ന ഈ അഭിപ്രായ വാക്കുകളാണ് ഇവിടെ എല്ലാവരും, അല്ലെങ്കിൽ അധിക പേരും, അല്ലെങ്കിൽ പണ്ഡിതന്മാർ കുല്ലും, അല്ലെങ്കിൽ അതിൽ അധിക പേരും എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കമാ തഖദ്ദമ, അത് മുമ്പ് പറഞ്ഞതുപോലെ അകമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഔ യുഅ്തബറു ആമിയു ദൂരൻ നാദിരി, അല്ലെങ്കിൽ ആമിയിനെ പരിഗണിക്കപ്പെടും. ആരെ പരിഗണിക്കൂല? നാദിനെ പരിഗണിക്കൂല. അങ്ങനെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ അവിൽ അക്സു, അതിന് നേരെ അക്സ് എന്ന് പറഞ്ഞാൽ നാദിറിനെ പരിഗണിക്കപ്പെടും, ആരെ പരിഗണിക്കൂല? ആമിയിനെ പരിഗണിക്കൂല. ഇങ്ങനെയൊക്കെയാണ് അഭിപ്രായങ്ങൾ. ഏതുപോലെ? കമാ യുസ്തഫാദു മിൻ ജംഇൽ മസ്അലതൈനി, ഈ രണ്ട് മസ്അലയും ഒരുമിച്ച് കൂട്ടുക. ഏതപ്പോ ആ രണ്ട് മസ്അല? അത് നമ്മൾ മനസ്സിലാക്കേണ്ട. ആ രണ്ട് മസ്അലയെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞല്ലോ, അത് ആമിയിനെയും, ആമിയ് എന്ന് പറഞ്ഞല്ലോ, നാദിനെ കൂടാതെ ആമിനെ പരിഗണിക്കുക, അല്ലെങ്കിൽ അക്സ്. ഈ പറഞ്ഞ രണ്ട് കാര്യം, ഇതാ രണ്ട് മസ്അല.
ഈ രണ്ട് മസ്അലയും കൂടി ഒരുമിച്ച് കൂടിയാൽ ആദ്യം എന്ത് മനസ്സിലാക്കപ്പെടും? അതുപോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞത് എന്നർത്ഥം. അങ്ങനെ വന്നാൽ ഫയംബനി അലൽ കമായുസ്തഫാദു മിൻ ജംഇൽ മസ്അലത്തൈനി ഫയംബനി അൽ അവ്വലൈനി, ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിന്റെ മേലില് പിറവിയെടുക്കും. അൽ അവ്വലു ആദ്യം പറഞ്ഞതും വറാബിഉ നാലാമത്തതും അലൽ അഖീറൈനി അവസാനം പറഞ്ഞ രണ്ടെണ്ണത്തിന്റെ മേലിൽ പിറവിയെടുക്കും. അസാനി രണ്ടാമത്തേതും വസാലിസു മൂന്നാമത്തേതും. ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്, ആദ്യത്തേതിന്റെ മേലിൽ പിറവിയെടുക്കുന്നല്ലേ പറഞ്ഞത്? ആദ്യത്തേത് ഇപ്പൊ ഏതാ? ആദ്യത്തേതും രണ്ടാമത്തേതും പിറവിയെടുക്കും. ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിന്റെ മേലിൽ എന്നാ പറഞ്ഞത്. അതായത് ആദ്യത്തതിന്റെ മേൽ ഇഅ്തിബാറുൽ ആമിയാണ് ആദ്യത്തേത്. വന്നാദിർ അൽ അവ്വൽ അല്ലേ? ഇഅ്തിബാറുൽ ആമി ആമിനെ പരിഗണിക്കുക, വന്നാദിർ നാദിറിനെ പരിഗണിക്കുക. ഇതാണ് അവ്വൽ. ഇതിന്റെ മേലിൽ പിറവിയെടുക്കുന്നു ഏത്? ഇഷ്തിറാത്തു ഇൻഖിറാദ് ജമീഉൽ ഹസർ, കാലക്കാര് മുഴുവനും കഴിഞ്ഞു പോവണം എന്നുള്ള ഷർത്ത് ഇതിന്മേൽ നിന്ന് വരുന്നതാണ്. രണ്ടാമത്തേത് വരുന്നത് അതേതാണ്? നാദിറിനെ ആമിറിനെ പരിഗണിക്കൂല, നാദിറിനെ ആമിറിനെയും പരിഗണിക്കൂല. ഇതിമൊന്ന് വരുന്ന നാലാമത്തെ ഒരു അഭിപ്രായം. അതേതാണ്? പണ്ഡിതന്മാരിൽ അധിക പേരുടെ കാലം കഴിഞ്ഞു പോയ ഷർത്താണ് എന്നുള്ള നാലാമത്തേത്. അഖീറൈനി എന്ന് പറഞ്ഞാൽ അസാനി, അസാലിസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അസാലിസ് അത് ആമിങ്ങിനെ പരിഗണിക്കുന്നു, നാദിറിനെ പരിഗണിക്കൂല. ഇതാണ് മൂന്നാമത്തെ. ഈ അഭിപ്രായത്തിന്റെ പേരിൽ പിറവിയെടുക്കുന്നു രണ്ടാമത്തെ അഭിപ്രായം. ഏത്? ഇസ്തിറാത്തു ഇൻഖിറാദ് ഗാലിബി അഹ്ലിൽ അസർ, ഒരു കാലഘട്ടത്തിലുള്ള അധിക പേരും കഴിയുക എന്നുള്ളത് അതിന്മേൽ വരുന്നതാണ്. നാലാമത്തെ ഒരു അഭിപ്രായം അത് ആമിങ്ങിനെ പരിഗണിക്കാതെ നാദിറിനെ പരിഗണിക്കുക എന്നാണ്. അതിന്മേൽ വരുന്നൊരു അഭിപ്രായമാണ് മൂന്നാമത്തെ ഒരു അഭിപ്രായം. അത് ഉലമാക്കള് കാലം, അവരുടെ കാലഘട്ടത്തിലെ ഉലമാക്കൾ മുഴുവനും എന്താവുക? കഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഷാര് അവിടെ വിശദീകരിച്ച് തന്നത്. അങ്ങനെയൊക്കെയാണ് ഈ അഭിപ്രായങ്ങൾ വരുന്നത്. അല്ലേ? കുറച്ച് ഗണിവൊക്കെ ഉണ്ടാകും. ശരിക്കും ശ്രദ്ധിച്ച് മണ്ട കൊണ്ട് വർക്ക് ചെയ്തിട്ട് എടുക്കേണ്ടി വരും, അല്ലാതെ നടക്കൂല. വസ്തതല്ലോ ഈ പറഞ്ഞ ആൾക്കാര് ലക്ഷ്യം പിടിച്ചു എന്തിന്റെ പേരിൽ? അലസ്തിറാത്തിൽ ഇൻഖിറാദി ഫിൽ ജുംലത്തി, മൊത്തത്തിൽ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോവണം എന്നതിന്റെ ഷർത്താക്കിയാലോ. ആ ഷർത്തിന്റെ പേരിൽ എന്താ ലക്ഷ്യം? ഇവർ ലക്ഷ്യം പറഞ്ഞിട്ടില്ലല്ലോ. ആ ലക്ഷ്യം പിടിച്ചതിന് അന്നഹു നിശ്ചയമായിട്ടും കാര്യം യജൂസു ജായിസാകും അയ്യത്തുറഅലിബഅദിഹിം, ഇവിടെ പറഞ്ഞ മുജ്മീൽ ചില ആളുകൾക്ക് പുതുതാവൽ. എന്ത്? മാ ഒന്ന് പുതുതായി വരൽ ജായിസാണ്. എന്തൊന്ന്? യുഖാലിഫു ഇജ്തിഹാദുൽ അവ്വല, ഇയാള് ഗവേഷണം ആദ്യം ചെയ്തു, ആ ചെയ്ത ആദ്യത്തെ ഗവേഷണത്തിനോട് എതിരാകുന്ന ഒന്നുകൂടെ ഉണ്ടാവാനോ? അത് ജായിസല്ലേ? അങ്ങനെ വരുമ്പോൾ ഫയർജിഉ അൻഹു ജവാസൻ, അപ്പൊ ജായിസ് എന്ന നിലപാടിൽ ആദ്യത്തെ ഇജ്തിഹാദിനെ തൊട്ടാൾ മടങ്ങും. ജവാസ് എന്ന് പറഞ്ഞാൽ പോരാ, ബൽ വുജൂബൻ നിർബന്ധമായിട്ടും ആദ്യത്തെ ഇജ്തിഹാദിനെ തൊട്ട് ഇയാൾ മടങ്ങും. അങ്ങനത്തെ സംഗതി ഇവിടെ വരാമല്ലോ. ഇത് വെച്ചുകൊണ്ടാണ് കാലഘട്ടം കഴിയണം എന്ന് ഷർത്ത് വെക്കാനുള്ള കാരണം പറഞ്ഞത്. അതാ അവരുടെ ലക്ഷ്യം. അതിന് ഓജീബ, അതിന് മറുപടി ഉണ്ട് ഇവിടെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞു തടി സലാമത്താക്കണ്ട. ഇവിടെ മറുപടി ഉണ്ട്. എന്താ മറുപടി അറിയോ? ആദ്യത്തെ ഇജ്തിഹാദിനെ തൊട്ട് മടങ്ങൽ ജവാസ എന്നല്ല പറഞ്ഞത്. ആ ജവാസ് ഇല്ല, അത് ആണ് ലിൽഇജ്മാഇ അലൈഹി, അതിന്റെ മേലെ ഇജ്മാ ആണ്. ആദ്യത്തെ ഒരു ഗവേഷണം ഉണ്ടെങ്കിൽ അതിനെ തൊട്ട് മടങ്ങൽ ജവാസ എന്നുള്ളവർ ശരിയായില്ല. അപ്പൊ നിങ്ങളെ ഇല്ലത്ത് പറ്റൂല, ആ ഇസ്തിദ്ലാൽ ബാത്തിലാണെന്നാണ് നമ്മൾ കൊടുത്ത മറുപടി. വഖീല പറയപ്പെട്ടിട്ടുണ്ട്
യുഷ്തറത്തുൽ ഇൻഖിറാദു ഫിൽ ഇജ്മാഇ സുകൂത്തിയീന. സുകൂത്തിയായ ഇജ്മാഇൽ, ഖൗലിയായ ഇജ്മാഇലല്ല, സുകൂത്തിയായ ഇജ്മാഇൽ അവരുടെ കാലം കയ്യിൽ ഷർത്താണെന്ന് ഖീല പറയുന്നത്. സുകൂത്തിയായ ഇജ്മാൽ കാലം കഴിയണെന്തിനാ? ലിദ്ദുഇഫിഹി. സുകൂത്തിയായ ഇജ്മാൽ ലഈഫാണ്, അതുകൊണ്ട് തന്നെ അപ്പോൾ കാലം കഴിയണം. ബിഖിലാഫിൽ ഖൗലിയി, ഖൗലിയായ ഇജ്മാഇന് എതിരെ. വസയത്തി, അതിനെ കുറിച്ചൊക്കെ ശേഷം വരുന്നുണ്ട്. അവിടെ നിന്ന് കൂടുതലായി നമുക്ക് പഠിക്കാം. ഇവിടെ സൂചന മാത്രം. ഇനി വാറഖീല, വക്കീല പറയപ്പെടുന്നു യുസ്തറത്തുൽ ഇൻഖിറാദു ഇൻ കാന ഫീഹി എന്ന് പറഞ്ഞാൽ ഫിൽ മുജ്മഅ അലൈഹി. ഏതൊരു കാര്യത്തിന്റെ മേലാണോ ഇജ്മാ എങ്കിൽ അതാണല്ലോ മുജ്മഅ അലൈഹി. ആ മുജ്മഅ അലൈഹിയിൽ എന്തുണ്ടായി? മുഹിലത്തുൻ, താമസമുണ്ട്. അങ്ങനെ താമസം ഉണ്ടെങ്കിൽ അവിടെ കാലം കഴിയണമെന്ന് ഷർത്തു. അപ്പൊ ഈ ഖീലക്കാർക്കുള്ള ഷർത്ത് ഇൻഖിറാദ് ഷർത്ത് തന്നെയാണ്. അതിന് ആ ഷർത്ത് ഉണ്ടാവണമെങ്കിൽ മറ്റൊരു ഷർത്ത് അവിടെ ഉണ്ട്. ആ എന്താ കൈത്? നമ്മൾ പറഞ്ഞ പോലെ മുജ്മഅ അലൈഹിയിൽ താമസം ഉണ്ടാവണം. ബിഖിലാഫി മാലാ മുഹിലത്ത ഫീഹി, താമസം ഇല്ലാത്തതിനെതിരെ. താമസമില്ലെങ്കിലോ അവിടെ അവന് ഇൻഖിറാദൊന്നും വേണ്ട. ഉദാഹരണം, ഖത്ലിൻ നഫ്സി, ശരീരത്തെ കൊല്ലുക, വസ്തിബാഹത്തിൽ ഫർജി, കുഹ്യസ്ഥാനത്ത് ഹലാലായി തീണ്ടുക. ഇത് ലാ യസ്ദുറു ഇല്ലാ ബഅദ ആനിൻ നദ്രി. ഇത് നല്ലോണം ചിന്തിക്കണം. നല്ലോണം ചിന്തിച്ചിട്ടല്ലാതെ ഇതുണ്ടാവൂലല്ലോ എന്നതുപോലെ ഇങ്ങനെ താമസം വരികയാണ് എങ്കിൽ അവിടെ ഇൻഖിറാദ് ഷർത്താണ് എന്നാ പറയുന്നത്. അപ്പൊ ഇനി വേറൊരു ഖീല, ഓൽക്കുള്ള ഷർത്തും ഫർളൊക്കെ നോക്കുക. വക്കീല പറയപ്പെടുന്നു യുസ്തറത്തുൽ ഇൻഖിറാദു, കാലം കഴിയണതിന് ഷർത്ത് തന്നെ, പക്ഷെ നിബന്ധന മാറും. ഇം ബഖിയ മിൻഹും അഥവാ ഐ മിനൽ മുജ്മിഈന, ഇജ്മാ ചെയ്യുന്ന ആളുകളിൽ നിന്നുള്ള ആളുകളിൽ കസീറുൻ, അധിക പേരും അവശേഷിക്കുന്നു എങ്കിൽ അവിടെ ഇൻഖിറാദ് കഴിയണം. ആ കസീർ ഏതുപോലെ ചോദിച്ചാൽ കഅദദി തവാത്തുരി, തവാത്തുറിന്റെ എണ്ണം പോലെ. അത്ര കണ്ട് ആളുകൾ ഇജ്മായിലുണ്ടെങ്കിൽ, ഇജ്മാ ചെയ്യുന്നവരുണ്ടെങ്കിൽ അപ്പൊ കാലം കഴിയ ഷർത്താണ്. ബിഖിലാഫിൽ ഖലീലി, കുറച്ചുള്ളൂ എങ്കിലോ അവിടെ ആ ഷർത്തൊന്നുമില്ല. കാരണം ഇതില്ല ഇഅ്തിബാറ ബിഹി, ആ ഖലീൽ കൊണ്ടുകൂടെ പരിഗണന ഇല്ലല്ലോ. അപ്പൊ ഫൽ മുശ്തറത്തു ഹീന ഇതിൻ, അപ്പൊ പിന്നെ ആ സമയത്ത് ഫൽ മുശ്തരിത്തു ഹീന ഇതിൻ ഇൻഖിറാദ മഅദൽ ഖലീൽ, ഖലീൽ അല്ലാത്ത ഒന്ന്, ആ ഒന്നിനെ ആണ് ആ സമയത്ത് ഇൻഖിറാദ് ഷർത്താക്കുന്നത്. അപ്പൊ ഫൽ മുശ്തറത്തു ഫൽ മുശ്തരിത്തു, ഷർത്താക്കുന്ന ആള്, ഹീന ഇതിൻ ആ സമയത്ത് ഇവിടെ ഷർത്താക്കുന്ന ആള് എന്തിനെയാണ്? ഇൻഖിറാദ മഅദൽ ഖലീൽ, കുറച്ച് അല്ലാത്തതിനെയാണ്, കുറഞ്ഞതിനെയല്ല. ഇനി വഉലിമ, നമ്മുടെ നിർവചനം കൊണ്ട് അറിയപ്പെട്ടു എന്ത്? അന്നഹു ലാ യുസ്തറതു, ഷർത്തില്ല. ഫീ ഇൻഇഖാദിൽ ഇജ്മാഇ, ഇജ്മാഇ മുൻഅഖിദാവണമെങ്കിൽ, കെട്ടുപെടണമെങ്കിൽ, അംഗീകരിക്കണമെങ്കിൽ ഒക്കെ ഷർത്തുണ്ടോ? ഇല്ല. എന്ത്? തമാദ സമാൻ, കാലം ദീർഘമാവൽ, അലൈഹി, ആ ഇജ്മാഇന്റെ മേൽ കാലം ഒരുപാട് വേണം എന്നുള്ള ഷർത്തൊന്നുമില്ല. അതിനെന്താ ഇല്ലത്ത്? ലിസിദ്ഖി തഅരീഫിഹി, നമ്മുടെ ഇജ്മാഇന്റെ തഅരീഫ് പറഞ്ഞല്ലോ, ആ തഅരീഫ് സാദിഖല്ലേ. മഅ ഇന്തിഫാഇ തമാദി അലൈഹി, ഇജ്മാഇന്റെ മേൽ കാലം ദീർഘം ഇല്ല എന്നതോടുകൂടെ തന്നെ ഇജ്മാ സാദിഖല്ലേ തഅരീഫ് കൊണ്ട്. അല്ലാത്തൊരു തഅരീഫില്ലേ, ആ തഅരീഫ് എന്ന് വന്നതായിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ അപ്പൊ ഈ പറയുന്നത്. ഏതുപോലെ ഇമ്മാത്തൽ മുജ്മിഊന, ഇജ്മാ ചെയ്തവര് മരിച്ചു, അഖിബഹു, ഇജ്മാന്റെ ഉടനെ. എന്തുകൊണ്ട് മരിച്ചു? ബി ഖുറൂരി സഖഫിൻ, മച്ചുകളൊക്കെ പാടാണ് പൊളിഞ്ഞാടി. ഖുറൂർ സഖഫ് ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലായിരുന്നു, അതങ്ങോട്ട് പൊളിഞ്ഞാടി. ഓരതിനുള്ളിൽ വെച്ച് ഇജ്മാ നടത്തി, എല്ലാവരും ഇജ്മാ ആയി. അതോടൊപ്പം കണ്ടുകിട ആ ഓടേക്ക് വന്നായിട്ട് പൊടിഞ്ഞാടി മരിച്ചു. ആ വൈദ്യുതി താലിക്ക, അതല്ലാത്ത മറ്റു അപകടങ്ങളെ കൊണ്ടൊക്കെ അവർ മരിച്ചു. ഇങ്ങനെ വരാമല്ലോ. ഇപ്പൊ കാലദീർഘം പെട്ടെന്ന് കഴിഞ്ഞില്ലേ. ഇങ്ങനെ കാലദീർഘം ഇല്ലാത്തതോടുകൂടെ തന്നെ ഇത് സാധിക്കല്ല, അവിടെ ഇജ്മാ ഇല്ലാന്ന് പറയില്ലല്ലോ, ഉണ്ടല്ലോ. എന്നതുപോലെ തന്നെ
സമാൻ ദീർഘമാവുക എന്ന് ഷർത്തില്ല. അതുകൊണ്ടാ വശറത്തുഹു തമാദ. ഈ തമാദിയ വേണം, അതായത് ദീർഘം വേണം. ഇമാമുൽ ഹറമേനി അതിനെ ഷർത്താക്കിയിരിക്കുന്നു. എന്തില്? ഫിൽ ഇജ്മാഇൽ ലന്നിയായ ഇജ്മാഇൽ, ഖത്ഈലല്ല, ലന്നിയായ ഒരു ഇജ്മാഉണ്ട്. ആ ഇജ്മാഇൽ തമാദിയ എന്ന് വേണം, ഷർത്താണ്. എന്തിന്? ലിയസ്തഖിറ റഅയു അലൈഹി. ആ ലന്നിയായ ഇജ്മാഇന്റെ മേൽ അഭിപ്രായം ഉറക്കണമെങ്കിൽ പെട്ടെന്ന് നടക്കൂലല്ലോ. അപ്പൊ കുറച്ചു കാലൊക്കെ നീണ്ടു നിൽക്കണ്ടേ. അതാണ് ഇമാമുൽ ഹറമൈനി തങ്ങൾ പറയുന്നത്. ഏതുപോലെയൊക്കെ ഖത്ഈ പോലെ, ഖത്ഈ ഉറച്ചതല്ലേ. അപ്പൊ ഖത്ഈ ഉറച്ചു കിട്ടുന്നത് പോലെ ഇത് ഉറക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. തംബീസു ബൈനഹുമാ, ഖത്ഈയും ലന്നിയ് ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ എന്താന്നുള്ളത് ഇപ്പൊ ചോദിക്കണ്ട, ആരും സംശയിക്കണ്ട. ഇൻഷാ അല്ലാഹ് അത് വേക്കിൽ വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവിടെ വെച്ച് പഠിക്കാം. അറിയപ്പെട്ടു പോയി അന്ന ഇജ്മാഅൽ ഉമമിസ് സാബിഖീന, ഇതുവരെ പറഞ്ഞത് ഈ സമുദായത്തിന്റേതാ. ഇനി മുൻകഴിഞ്ഞു പോയ സമുദായത്തിന്റെ ഇജ്മാഅ്. എന്തിനേക്കാൾ മുൻകഴിഞ്ഞു പോയവർ? അലാ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബിയുടെ സമുദായമാണല്ലോ നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായങ്ങൾ. അവർക്കുണ്ടല്ലോ ഇജ്മാഅൊക്കെ. ആ ഇജ്മാഅ് നമുക്ക് തെളിവാണോ അല്ലേ നമ്മ ചർച്ച. അത് ഗൈറു ഹുജ്ജത്തിൻ ഫീ മില്ലത്തിഹി, അവരുടെ മില്ലത്തിലുള്ളതായ ആ ഇതുണ്ടല്ലോ ഇജ്മാഅ്, അത് അവരുടെ മില്ലത്തിൽ ഹുജ്ജത്തല്ല. ഹൈസു അഖദ ഉമ്മത്തുഹു ബിത്തഅരീഫി, തഅരീഫിൽ നബിയുടെ ഉമ്മത്ത് പിടിച്ചെടുത്ത് അല്ലെ. ഹൈസു അഖദ ഉമ്മത്തുഹു തഅരീഫിൽ നബിന്റെ ഉമ്മത്ത് എന്നല്ലേ മുസനി പറഞ്ഞത്. അവിടെ മുസനി പിടിച്ചത് അങ്ങനെയാണല്ലോ. അവിടെ തഅരീഫിൽ നബിയുടെ ഉമ്മത്ത് എന്ന് അഖദ് ചെയ്തു. ആ അഖദ് ചെയ്തെടുത്തുനിന്ന് മനസ്സിലാകുന്നത് നബിയുടെ മില്ലത്തിൽ മുൻകഴിഞ്ഞു പോയ സമുദായത്തിന്റെ ഇജ്മാ ഹുജ്ജത്തല്ല. അതും ആ തഅരീഫ് കൊണ്ട് കിട്ടും. ഓവൽ അസഖു, അതല്ലേ അസഖ്, അത് അസഖാണ്. എന്തുകൊണ്ട് അത് അസഖായി? ബലപ്പെട്ട അഭിപ്രായം അങ്ങനെ. എന്താണ് അങ്ങനെ അസഖാവാൻ കാരണം? ലിഖ്തിസാസി ദലീലിൻ ഹുജ്ജിയ്യ, ഹുജ്ജത്തുൽ ഇജ്മാഇ ബി ഉമ്മത്തിഹി. അപ്പൊ ഇജ്മാ ഹുജ്ജത്താണ് എന്നൊരു ലക്ഷ്യത്തിന്റെ പ്രത്യേകത ബി ഉമ്മത്തിഹി, നബിയുടെ ഉമ്മത്ത് കൊണ്ട് മാത്രം പ്രത്യേകമായതാണ്. അതുകൊണ്ടാണ് അവരുടെ ഇജ്മാ ഒന്നും ഹുജ്ജത്തല്ല എന്ന് പറയാൻ കാരണം. അപ്പൊ ആ ഹുജ്ജത്തൊന്നും നമുക്കുടെ ബാധകമല്ല, നബിയുടെ ഉമ്മത്ത് കൊണ്ട് മാത്രം പ്രത്യേകമായതാണ്. ഇജ്മാ ഹുജ്ജത്തായിരിക്കുക എന്ന ലക്ഷ്യം. ഏതുപോലെ ഹദീസ് ഇബ്നു മാജ വഗൈരി, ഇബ്നു മാജയുടെയും അല്ലാത്തവരുടെയും ഹദീസ് പോലെ. എന്താണ് ഹദീസ്? ഇന്ന ഉമ്മത്തി ലാ തജ്തമിഉ അലാ ളലാലത്തിൻ, എന്റെ സമുദായം പിഴവിന്റെ മേൽ ഒരുമിച്ച് കൂടൂല എന്നൊരു തിരുമൊഴിയുണ്ട്. അപ്പൊ ഇജ്മാഅുടെ ഹുജ്ജത്ത്, ആ ഇജ്മാഅിന്റെ ഹുജ്ജത്തായത് ഈ സമുദായത്തിനാണ്. അപ്പൊ മുൻകഴിഞ്ഞു പോയ സമുദായത്തിന്റെ ഇജ്മാ ഹുജ്ജത്തല്ല എന്ന് കിട്ടും. വഖീല, അസഖിനെതിരുള്ള അഭിപ്രായം എന്താ? ഇന്നഹു ഹുജ്ജത്തുൻ, അത് ഹുജ്ജത്താണ്, നിങ്ങൾ അല്ലാന്ന് പറയല്ലേ. എന്തുകൊണ്ട് അവർ അങ്ങനെ പറയുന്നത്? ബിനാഅൻ അലാ അന്ന ശർഅഹും, മുൻകഴിഞ്ഞു പോയ ആളുകളുടെ നിയമങ്ങൾ ശുരിഅ ലന, നമുക്കും ശറഅക്കപ്പെട്ടിട്ടുണ്ടല്ലോ ചിലതൊക്കെ അല്ലേ. അങ്ങനെ വരുമ്പോൾ അതിന്മേലെടുക്കുമ്പോ അവരുടെ ഇജ്മാ നമുക്ക് ബാധകമല്ലേ? നല്ല ന്യായമുണ്ട്. അസഖിന് എതിരുള്ളതാണ് തീര, കുറച്ച് വിലക്ക് ഉണ്ടാവും. എന്നാൽ വസീയത്തിൽ കലാമു ഫീഹി, അതിലുള്ള ചർച്ച ഇൻഷാ അല്ലാഹ് പിറകിൽ വരുന്നു. അതിവിടെ പറഞ്ഞ് സമയം കളയേണ്ടതില്ല. അങ്ങനെ ഉണ്ട്. ഇനി വഉലിമ, വീണ്ടും ഇതാ പറയുന്നു, അറിയപ്പെട്ടു. ആ താരീഫ് എന്നുണ്ട്. അന്നഹു, നിശ്ചയമായിട്ടും കാര്യമെന്നർത്ഥം വെക്കണ്ട. അയൽ ഇജ്മാ, നിശ്ചയമായിട്ടും ഇജ്മാ ഖദ് യകൂനു, ചിലപ്പോൾ ഇജ്മാ ഉണ്ടാകും.
അൻ ഖിയാസിൻ, ഖിയാസിനെ തൊട്ടും ഇജ്മാ വരാം. എന്തുകൊണ്ട്? ലിഅന്നൽ ഇജ്തിഹാദ് അൽ മഅഖൂദ മിൻ ദൈരിബിഹി, മുസന്നിഫ് അവിടെ നിർവചിച്ചല്ലോ, ആ നിർവചനത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു ഇജ്തിഹാദ് ലാ ബുദ്ദ ലഹു, ആ ഇജ്തിഹാദിന് കൂടാതെ കഴിയൂല. മിൻ മുസ്തനദിൻ, ഒരു മുസ്തനദ് വേണം, അത് കൂടാതെ കഴിയില്ലല്ലോ. കമാ സയഅതി, ഇജ്തിഹാദിന് വേണ്ട മുസ്തനദിനെ കുറിച്ചുള്ള ചർച്ച പിറകിൽ വരുന്നുണ്ട്. വൽ ഖിയാസു മിൻ ജുംലതിഹി, ആ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് ഖിയാസും. അപ്പൊ ഖിയാസിനെ തൊട്ടും ഇജ്മാ വരാം. പക്ഷേ വരില്ല എന്ന് പറയുന്നവരുണ്ട് ഇവിടെ. ഖിലാഫൽ ലിമാനിഇ ജവാദി ദാലിക, അങ്ങനെ ഖിയാസിനെ തൊട്ട് ഇജ്മാ ജവാസ് തടയുന്ന ആളുണ്ട്, പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്, അവർക്കെതിരായിട്ട്. അല്ലെങ്കിൽ ഔ മാനി വുഖൂഇഹി, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. അങ്ങനെ ഒരു ഇജ്മാ സംഭവിക്കാനേ പാടില്ല, അങ്ങനെ തടയുന്നവരുണ്ട്, അവർക്കെതിരായിട്ട്. മുത്തലക്കൻ നൽകോല് പറയുന്നത് സ്വാഭാവികല്ല, പിന്നെന്താ പറയുന്നത്? നിരുപാധികമാണ്. എങ്ങനെ നോക്കിയാലും അത് നടക്കില്ല എന്നാണ് പറയുന്ന ടീം. ഇങ്ങനെയും വരാം. അല്ലെങ്കിൽ ഔബിൽ ഖിയാസിൽ ഖഫീ, അല്ലെങ്കിൽ ഖഫിയായ ഖിയാസിൽ ഇത് സംഭവിക്കുക, അങ്ങനെയും തടയുന്നവരുണ്ട്. ദൂനൽ ജലിയായ ഖിയാസിലല്ല, ഖഫിയായ ഖിയാസിൽ ഇങ്ങനെ ഇജ്മാ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. വസയഅതി തമീസു ബൈനഹുമാ, എന്താണ് ഖിയാസ് ഖഫീ, ഖിയാസ് ജലീ? ഇൻഷാ അല്ലാഹ് അതൊക്കെ പിറകിൽ അവിടെ ബാബിൽ വരും, അവിടുന്ന് പഠിക്കാം. വൽ ഇത്ലാഖു വത്തഫ്സീലു, മൊത്തത്തിൽ ഇത്ലാഖാക്കിയിട്ടും തഫ്സീലാക്കിയിട്ടൊക്കെ പറഞ്ഞത് ഇത് രണ്ടും റാജിആനി, ഇത് രണ്ടും മടങ്ങുന്നത് എവിടേക്കാ? ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇലാ കുല്ലി മിനൽ ജവാസ് വൽ വുഖൂഇ, ജവാസിൽ നിന്നെല്ലാത്തിലേക്കും പോകാം, വുഖൂഇൽ നിന്നെല്ലാത്തിലേക്കും പോകാം, അങ്ങനെയൊക്കെ പോകാം. അതെല്ലാത്തിലേക്കും ഇത് രണ്ടും മടങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചർച്ചകൾ ഉള്ളത്. പിന്നെ ഫിൽ ജുംലത്തി, ഫിൽ ജുംലയിൽ ഇജ്മാ ഉണ്ടാവൂല എന്നല്ലേ? അങ്ങനെ ഇല്ല എന്നാണല്ലോ. ഫിൽ ജുംലയിൽ ഇജ്മാ ഇല്ല, അങ്ങനെ മൻഇ ചെയ്യാൻ ന്യായം. അന്നൽ ഖിയാസ, നിശ്ചയമായിട്ടും ഖിയാസ് എന്ന് പറയുന്നത് ലി കൗനിഹി, ആ ഖിയാസ് ആയതിനു വേണ്ടിയാ. വന്നിയം ബിൽ അഗ്ലബി, കൂടുതലും അത് വന്നിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഖിയാസ് യജൂസു മുഖാലഫതുഹു, അപ്പൊ ഇജ്മാഇനോട് എതിരാവാൻ പറ്റുമല്ലോ. അല്ല, ഖിയാസ് എതിരാവാൻ പറ്റും. എന്തിനോട്? അർജഹ മിൻഹു, ഖിയാസിനേക്കാൾ റാജിഹായതിനോട് ഖിയാസ് എതിരാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഫലോ ജാസൽ ഇജ്മാ അൻഹു, അപ്പൊ ഖിയാസിനെ തൊട്ട് ഇജ്മാ ജായിസാവുകയാണ് എങ്കിൽ ജാസ മുഖാലഫത്തുൽ ഇജ്മാ, പിന്നെ ഇജ്മാഇനോട് എതിരാവാനും പറ്റുമല്ലോ എന്നാണ്. ഇങ്ങനെയാണ് മൻഇനുള്ള ന്യായം. ശരി, എന്നാ നമ്മക്കതിന് മറുപടി കൊടുക്കണം. അവർ കൊണ്ടുവന്ന് ഈ ദലീല് വഉജീബാന് മറുപടി കൊടുത്തു. ബി അന്നഹു, എന്തുകൊണ്ട്? നിശ്ചയമായിട്ടും കാര്യം ഇന്നമാ യജൂസു മുഖാലഫത്തുൽ ഖിയാസ്, ഖിയാസ് എതിരാവുക എന്നുള്ള ജായിസാണ്. എപ്പോ? നിബന്ധനയുണ്ട്. ഇദാലം യുജ്മ അലാ മാ സബത ബിഹി, ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മസ്അല, ഒരു വിഷയം, ആ ഒരു വിഷയത്തിന്റെ മേൽ ഇജ്മാ ആയിട്ടില്ല എന്ന് വെക്കുക. ഇജ്മാ ആയിട്ടില്ല എങ്കിൽ അപ്പൊ ഖിയാസ് എതിരാ എന്ന് വരും. ഇജ്മാ ആയാലോ ഖിയാസ് എതിരാവുകയില്ല. വഖദ്, വെറുതെ പറയല്ല, വഖദ് ഉജ്മിഅ അലാ തഹരീമി ശഹ്മിൽ ഖിൻസീർ, പന്നിയുടെ നെയ്ക്കൊഴുപ്പുകളൊക്കെ ഹറാമാണ്, അത് ഹറാമാക്കലിന്റെ മേൽ ഇജ്മാ ആയിട്ടുണ്ട്. അതെങ്ങനെ ഹറാമാക്കല്? ഖിയാസാക്കിക്കൊണ്ടാണ് അതിനെ ഹറാമ് കൊണ്ടുവന്നത്. എന്തിന്റെ മേൽ ഖിയാസാക്കി? അലാ ലഹ്മിഹി, പന്നിന്റെ മാംസം ഹറാമാണെന്ന് വ്യക്തമല്ലേ? അതിന് നെസ്സുണ്ടല്ലോ. അപ്പൊ പന്നിന്റെ മാംസം ഹറാമാണ് എന്നതിന്റെ മേൽ ഖിയാസ് എടുത്തു. അങ്ങനെ ഖിയാസാക്കുമ്പോൾ
പന്നിന്റെ നെയ്ക്കൊഴുപ്പും ഹറാമാണ്. അത് ഖിയാസ് കൊണ്ട് കിട്ടിയതാണ് തഹരീം എന്നുള്ളത്, പന്നിന്റെ കൊഴുപ്പ്. ആ ഖിയാസിയായ ഒരു മസ്അലയാണ് തഹരീം. ആ തഹരീമിന്റെ മേൽ എതിരില്ലല്ലോ, അത് ഇജ്മാ ആണല്ലോ, അങ്ങനെ വരണം. അങ്ങനെ വന്നാൽ എതിരില്ല. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കുക. എണ്ണ പോലോത്ത ജൈത്തെണ്ണ പോലോത്തത്, വെളിച്ചെണ്ണയാലും എന്തായാലും വേണ്ടില്ല, അങ്ങനത്തെ എണ്ണകളൊക്കെ തൂത്ത് കളയണം എന്നതും ഇജ്മാ ആണല്ലോ. എപ്പോ ഇതാ വഖഅത്ത് ഫീ ഫഅറത്തുൻ, എലി ആ ജൈത്തെണ്ണയിൽ വീണാൽ, ജൈത്തെണ്ണയിൽ എലി വീണാൽ ജൈത്തെണ്ണയെ തൂത്ത് കളയണം എന്നത് ഇജ്മാ. എങ്ങനെ കിട്ടിയത്? ഖിയാസായിട്ട് കിട്ടി. എന്തിന്റെ മേലെ ഖിയാസ്? അലസംനി, നെയ്യിന്റെ മേല്. നെയ്യിൽ എലി വീണാൽ അതിനെ കളയണം എന്ന് നസ്വാണ് ഹദീസിലുണ്ട്. അപ്പൊ നെയ്യുമേൽ ഖിയാസാക്കി എടുക്കുമ്പോൾ അതുപോലെ തന്നെയല്ലേ ജൈത്തെണ്ണയും. അപ്പോ ജൈത്തെണ്ണയിൽ എലി വീണാൽ എന്ത് വേണം? തൂത്ത് കളയണം. അത് ഖിയാസിയായ ഒരു മസ്അലയാണ്. അതിന്മേൽ ഇജ്മാ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഖിയാസ് ഇജ്മാനെതിരായോ? ഇല്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഇജ്മാ ആയിട്ടില്ലെങ്കിലാണ് ഖിയാസ് എതിരാവുക. അപ്പോഴേ നിങ്ങൾ പറഞ്ഞ ന്യായം ശരിയാവുകയുള്ളൂ. അപ്പോ ശരിയല്ല, ഇങ്ങനെ വരാം. ഖിയാസിനെ തൊട്ട് ഇജ്മാ ഉണ്ടാവും എന്ന് അംഗീകരിക്കുക. അറിയപ്പെട്ടുപോയി അന്ന ഇത്തിഫാഖഹും അയൽ മുജ്തഹിദീന ഫി അസർ, ഒരു കാലഘട്ടത്തിലുള്ള ഗവേഷകന്മാരായ പണ്ഡിതന്മാരുടെ ഇത്തിഫാഖ് അല അഹദിൽ ഖൗലൈനി ലഹും, അവർക്ക് രണ്ട് കൗലുണ്ട്. ആ രണ്ട് കൗലിൽ നിന്ന് ഒരു കൗലനുസരിച്ച്, അവിടെ രണ്ട് കൗലുണ്ട്, ആ രണ്ട് കൗലിൽ ഒരു കൗലനുസരിച്ച് ഒരു കാലഘട്ടത്തിലുള്ള ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർ യോജിക്കുക എന്നുള്ളത് എന്തിന്റെ മുമ്പാ? ഖബല ഇസ്തിഖ്റാറിൽ ഖിലാഫി ബൈനഹും, മുജ്തഹിദുകളായ പണ്ഡിതന്മാർക്ക് ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ സ്ഥിരമാകുന്നതിന്റെ മുമ്പ് എന്നതാണ്. അതാണ് ഇത്തിഫാഖ്. അതിന് മുമ്പാണ്. അതിപ്പോ എങ്ങനെയാണ്? കാലം ചുരുങ്ങുക, ബൈനൽ ഇഖ്തിലാഫി വൽ ഇത്തിഫാഖി, ഇത്തിഫാഖിന്റെയും ഇഖ്തിലാഫിന്റെയും ഇടയിൽ കാലം ചുരുങ്ങൽ കൊണ്ടാണ് ഇസ്തിഖ്റാർ കണക്കാക്കുക. അങ്ങനത്തെ ഇസ്തിഖ്റാറിന്റെ മുമ്പ് ഇങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്നാൽ അത് ഖിലാഫ് സ്ഥിരപ്പെടുന്നതിന്റെ മുമ്പ് ഇവരുടെ യോജിപ്പ് ജായിസുൻ, അത് പറ്റുമല്ലേ? പറ്റും, അത് പറ്റും. അപ്പോ വലോക്കാൾ ഇത്തിഫാഖു, അവൻ ഇത്തിഫാഖ് ഉണ്ടായാലോ, മിനൽ ഹാദിസി ബഅദഹും, ഈ മുജ്തഹിദുകൾക്ക് ശേഷമുള്ള ആളുകളിൽ നിന്നാണ് ഇത്തിഫാഖ് ഉണ്ടായതെങ്കിലോ, അതെങ്ങനെ പോയി? ബിയൻമാത്തു, ഇവര് മരിക്കുക, വനശാവയറും, ഇവരല്ലാത്ത പിന്നെ ഗവേഷകന്മാർ വരിക, അപ്പൊ പുതിയ ആൾക്കാർ വന്നല്ലോ, ഇങ്ങനെ വരിക. ഇങ്ങനെ ഉണ്ടായാൽ ഫഇന്നഹു, നിശ്ചയമായിട്ടും കാര്യം, യുഇലമു ജവാസുഹു, അത് ജായിസാണെന്ന് അറിയപ്പെടും. ഐലൻ, വീണ്ടും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇസ്തിഖ്റാറിന്റെ മുമ്പ് എന്ത് ചെയ്യാം? ഇത്തിഫാഖ് പറ്റുന്നല്ല ഉണ്ടാവാതല്ലേ എന്നതുപോലെ പുതിയ ആളുകൾ ഇവരെ കാലശേഷം വന്നു, അവരിന്നും ഇത്തിഫാഖ് ഉണ്ടാവാൻ പറ്റും. എന്തുകൊണ്ട്? ഇജ്മാഇന്റെ തഹരീഫ് സാദിഖല്ലേ അലാ കുല്ലി മിൻ ഹാദിൽ ഇത്തിഫാഖൈനി, ഈ രണ്ട് ഇത്തിഫാഖിൽ എല്ലാത്തിന്റെ മേലും സാദിഖല്ലേ ആണല്ലോ. എന്താണ് നിർവചനം? ഈ സമുദായത്തിലെ മുജ്തഹിദുകൾ യോജിക്കുക. അപ്പൊ മുജ്തഹിദുകൾ യോജിക്കുക എന്ന് പറയുമ്പോ ഖിലാഫ് സ്ഥിരപ്പെടുന്നതിന്റെ മുമ്പ് ഒരു കാലഘട്ടത്തിലുള്ള മുജ്തഹിദുകൾ ഇത്തിഫാഖ് സാധ്യമാണല്ലോ, അത് ജായിസാണെന്ന് കിട്ടും. ഇനി അവർക്ക് മരിച്ചു പോയതിന്റെ ശേഷമുള്ള മുജ്തഹിദുകൾ ഈ സമുദായത്തിലുണ്ടാവാനോ, അങ്ങനെ ഉണ്ടാകുന്ന മുജ്തഹിദുകളിൽ നിന്നും ഇത്തിഫാഖ് ഉണ്ടാവാമെന്നും ആ തഹരീം കൊണ്ട് കിട്ടുമല്ലോ. പിന്നെ വജുഹുൽ ജവാസി, ഇവിടെ ജവാസിന് ന്യായം കാണണമല്ലോ. എന്താണ് അതിന്റെ വജഹ്? അന്നഹു യജൂസു, നിശ്ചയമായിട്ടും കാര്യം ജായിസാകും, ഐ യദ്ഹറ മുസ്തനദ് ജലീൻ, ഐ യദ്ഹറ വെളിവാവല്. എന്ത്? മുസ്തനദു
ജലീയൻ, ജലീയിന്റെ മുസ്തനദ്. എങ്ങനത്തെ ജലീൻ? യുജ്മിഊന അലൈഹി, അതിന്റെ മേൽ അവർ ഇജ്മാക്കും. അങ്ങനത്തെ ജലീയായ ഒരു മുസ്തനദ് വെളിവാവൽ ജായിസാണ്. വഖദ് അജ്മഅത്തി സ്വഹാബത്തു, സ്വഹാബാക്കളെല്ലാവരും എന്തായി? ഇജ്മാഇലെ. അലാ ദഫനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളെ പുണ്യ ശരീരം ഖബറടക്കുന്നതിന്റെ മേലിൽ ഇജ്മാആയി. എവിടെ? ഫീ ബൈത്തി ആയിഷത്ത, ആയിഷ റളിയല്ലാഹു തആല അന്നയുടെ വീട്ടിൽ ഖബറടക്കണമെന്ന് ഇജ്മാആയി. എന്തിന്റെ ശേഷം? ബഅദ ഇഖ്തിലാഫിഹിം അല്ലദി ലം യസ്തഖിറ, അവർക്ക് അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷേ അഭിപ്രായ ഭിന്നത ശേഷം ഇസ്തിഖ്റാറായിട്ടില്ല, സ്ഥിരമായില്ല. അങ്ങനെ അഭിപ്രായമുണ്ടായിരിക്കെ സ്ഥിരമാകുന്നതിന്റെ മുമ്പ് തന്നെ ആയിഷ ബീവിയുടെ വീട്ടിൽ ഹബീബ നബിയുടെ പുണ്യശരീരം അവിടെ ഖബറടക്കാം എന്ന് സ്വഹാബത്ത് ഇജ്മായിലെ. പിന്നെന്തുകൊണ്ട് ഇസ്തിഖ്റാറിന്റെ മുമ്പ് ഇത്തിഫാഖ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റൂല? ഉണ്ടല്ലോ, അവിടെ തെളിവായില്ലേ. വഅമ്മൽ ഇത്തിഫാഖു ബഅദഹു ഐ ബഅദ ഇസ്തിഖ്റാറിൽ ഖിലാഫി. അപ്പൊ ആദ്യം പറഞ്ഞത് ഇസ്തിഖ്റാറിന്റെ മുമ്പ്, ഖിലാഫ് ഉറക്കുന്നതിന് മുമ്പ്. അപ്പൊ ഏതായാലും ഓപ്പോസിറ്റോടെ ഉണ്ടാവുമല്ലോ, അതും വേണ്ട അറിയാം. അപ്പൊ ഖിലാഫ് എല്ലാം ഉറച്ചു. അതിന് ശേഷം ഉള്ള ഇത്തിഫാഖ് മിൻഹും, അവരിൽ നിന്ന് ഖിലാഫുകളൊക്കെ ഉറച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ ഇത്തിഫാഖ് എന്താ? ഇത്തിഫാഖിൽ മുഖദ്ദർ, സങ്കല്പിക്കപ്പെട്ടതായ ഒരു ഇത്തിഫാഖുള്ള കൈതാണ് മിൻഹും, അതിനുള്ള കൈതാണത്. അപ്പോ ഇസ്തിഖ്റാർ ഖിലാഫ് ഉറച്ചതിന് ശേഷം ഇത്തിഫാഖ് വന്നാൽ ആരിന്ന്? മിൻഹും, ഇവരിൽ നിന്ന് തന്നെ. അതാണ് കൈദ്. ഇത്തിഫാഖ്, ഇത്തിഫാഖുള്ള കൈതാണ് മിൻഹും. അപ്പോൾ എന്താണ് മസ്അല? നോക്കുക. അങ്ങനെ വന്ന ഇത്തിഫാഖിനെ കുറിച്ചുള്ള ചർച്ച ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നാളെ തുടരാം. ഇന്ന് ഇവിടെ വെച്ച് ഈ ചർച്ച നിർത്തട്ടെ. ഇനി നമുക്ക് അവരുടെ ഖിലാഫൊക്കെ ഉറച്ചു. അതിനുശേഷം അവരിന്ന് ഇത്തിഫാഖ് ഉണ്ടാവാനോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ നിലപാടെന്ത്? അതാരൊക്കെയാണ് വിശദീകരിക്കുന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാളെ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു വേണ്ടതുപോലെ സ്വീകരിച്ച് ഇഹലോക വീട്ടിലും അള്ളാഹു നമുക്കെല്ലാവർക്കും നാഫിയാക്കി തരട്ടെ. ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ മഹാന്മാരോടൊന്നിച്ച് നമ്മുടെ ഹബീബായ നബിയുടെ കൂടെ കൂടാൻ നമുക്കും വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.